ഹയർ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെപ്പറേറ്റ് അസറ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് അസറ്റും ബാലൻസും സ്റ്റോക്കും പ്രോഫിറ്റും എസർട്ടൈൻ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട് മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്കാണ്. വാട്ട് ഈസ് എ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ റെഗുലറായി കേൾക്കുന്ന ഒരു വേർഡാണ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റും ഹയർ പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസസും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ആദ്യം ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്താണെന്നുള്ളതും സിസ്റ്റത്തിൽ നിന്നും എന്തൊക്കെ ഡിഫറൻസസ് ആണ് അതിൻ്റെ എൻട്രീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഉള്ളതും എന്നതാണ് നമുക്ക് നോക്കണ്ടേ. It is a system of outright purchase of goods with facility to pay the price in installments together with interest. നമുക്കറിയാം ഗുഡ്സ് ഘട്ടം ഘട്ടമായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർക്കുന്ന സിസ്റ്റം നമ്മൾ റെഗുലറായി കേൾക്കുന്നതാണ്. പിന്നെ എന്താണ് അതിലുള്ള ഡിഫറൻസ് എന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടാൽ മനസ്സിലാവും. എന്താണ് പ്രൈസിൽ നിന്നും അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നും എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റമായിട്ടുള്ള ഡിഫറൻസ്. The purchase price is paid in certain installments. The ownership of the goods is transferred to the purchaser on signing the agreement. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഗ്രിമെൻറ്റ് പ്രകാരം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റോടുകൂടി മാത്രമേ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുകയുള്ളൂ. ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ എഗ്രിമെൻറ്റ് ഇറ്റ്സെൽഫ് ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫേർഡ്. തേർഡ് പോയിന്റ്, ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ദ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് കനോട്ട് ബി ഫോർഫീറ്റഡ് ബൈ ദി സെല്ലർ. ഇതാണ് നമ്മുടെ സെല്ലറിനുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് അസറ്റ് റീപ്രോസസ് ചെയ്യാനും മാത്രമല്ല അതുവരെ അടച്ചിട്ടുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ്സും ഫോർഫീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും അയാളുടെ കൈവശം തന്നെ വെക്കാനുള്ള റൈറ്റ് സെല്ലറിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡീഫോൾട്ട് ബയർ വരുത്തുകയാണെങ്കിൽ സെല്ലറിന് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഹി കനോട്ട് ഫോർഫീറ്റ് ദി എമൗണ്ട്. The seller can sue the purchaser for getting back the amount due as per the agreement. അതുകൊണ്ട് തന്നെ സെല്ലറിന് പർച്ചേസറിന് അഗെയിൻസ്റ്റ് ആ പൈസ തിരിച്ച് കിട്ടാൻ സ്യൂ ചെയ്യാം അല്ലെങ്കിൽ കേസ് കൊടുക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫിഫ്ത്ത് പോയിന്റ്, ദ ബയർ കനോട്ട് ടെർമിനേറ്റ് ദ എഗ്രിമെൻറ്റ് ബൈ റിട്ടേണിംഗ് ദ ഗുഡ്സ്. സിസ്റ്റത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ബയറിന് ഒരു കാരണവശാലും വൺസ് ഇറ്റ് ഇസ് എ സെയിൽ നമുക്ക് ഒരിക്കലും എന്തെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ടെർമിനേറ്റ് ചെയ്യാനോ ഗുഡ്സ് റിട്ടേൺ ചെയ്യാനോ ഡാമേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് റിട്ടേൺ ചെയ്യാനോ അത്തരത്തിലുള്ള ഓപ്ഷൻ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ നോർമലി ഇല്ല. ക്ലോസ് പ്രകാരം ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും നോർമൽ കേസിൽ ബയർക്ക് ഒരിക്കലും എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം വിച്ച് മേക്സ് ഡിഫറൻസ് ഫ്രം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. വാട്ട് ആർ ഇറ്റ്സ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്? Both the buyer and seller can follow both the methods as in hire purchase system for recording installment payment transactions also. But the common method of recording is called interest suspense method. നമ്മൾ നേരത്തെ സിസ്റ്റത്തിൽ രണ്ട് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നോർമലി ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഇല്ലാതെയും ഒന്ന് ഡയറക്റ്റ്ലി ഇൻട്രസ്റ്റ് ക്യാഷ് പ്രൈസ് പ്രകാരം മാത്രം റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡും. ക്യാഷ് പ്രൈസ് മെത്തേഡിന് ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡും പഠിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡും പഠിച്ചിട്ടുണ്ട്. ഇവിടെയും രണ്ട് മെത്തേഡുകളും യൂസ് ചെയ്യാം. പക്ഷെ നോർമലി ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡാണ്. ഇൻ ദ ബുക്സ് ഓഫ് പർച്ചേസ് ശ്രദ്ധിക്കാം. ഓൺ സൈനിങ് ദി എഗ്രിമെൻറ്റ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് അക്കൗണ്ട്. ഇങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരും. ഫസ്റ്റ് സൈനിങ് ചെയ്യുന്ന സമയത്ത് വിത്ത് ക്യാഷ് പ്രൈസ് അസറ്റ് ഹാസ് ടു ബി ഡെബിറ്റഡ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഹാസ് ടു ബി ഡെബിറ്റഡ് ഇൻ ദ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആൻഡ് ദി വെൻഡേഴ്സ് അക്കൗണ്ട് ഹാസ് ടു ബി ക്രെഡിറ്റഡ് വിത്ത് ദി ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ്. ഇതായിരിക്കും ഫസ്റ്റത്തെ സൈനിങ് എഗ്രിമെൻറ്റ്. സെക്കൻഡ് ജേർണൽ എൻട്രി വരുന്നത് വെൻ മേക്കിംഗ് ദ ഡൗൺ പേയ്മെൻറ്റ്, വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആസ് ഡൗൺ പേയ്മെൻറ്റ് ഇറ്റ് സെൽഫ്. ആൻഡ് ദ സെക്കൻഡ് journal entry, second, when installment is due in the next year. On signing the agreement, there will be 2 entries. In the year end, there will be 4 entries. When installment due, interest account debtor to interest suspense account. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. നമുക്കറിയാം ഇത്രയും സമയം നമ്മൾ സിസ്റ്റത്തിൽ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് നമ്പർ 1 ഫോളോ ചെയ്യുന്നത് പ്രകാരം ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് അക്കൗണ്ടിൽ ഹയർ വെൻഡറുടെ അക്കൗണ്ടിലേക്കായിരുന്നു നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ എൻട്രി വരുന്നത് വിത്ത് ദ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഡ്യൂ എൻട്രി വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തു ബിക്കോസ് ഇറ്റ് ഇസ് ആൻ എക്സ്പെൻസ് ഫോർ ദി ബയർ ഓർ പർച്ചേസർ ആൻഡ് ഇറ്റ് ഈസ് ടു ബി debited to the interest suspense account. And second entry, vendors account debtor to cash. അത് നോർമൽ എങ്ങനെയാണോ അത് ഇൻസ്റ്റാൾമെൻറ്റ് പേജിൽ അത് തന്നെയാണ്. ഡിപ്രീസിയേഷൻ ടു അസറ്റ് അതുകൊണ്ടൊരു ഡിഫറൻസ് ഇല്ല. പക്ഷേ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ഇതിലും ഡിഫറൻസ് ഇല്ല. ഈ
ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ വരുന്നതിലുള്ള ഈ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ഈ എൻട്രിയാണ് മെയിനായിട്ട് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന മെത്തേഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡിൽ നിന്നും. And now let's check out what all the entries are there in the books of seller. On signing the agreement, purchaser account debtor to sales account to interest suspense account. Purchaser എന്ന് പറയുന്നത് നമുക്കറിയാം ബയർ അല്ലെങ്കിൽ ഹയറർ. ഹയറർസ് അക്കൗണ്ട് ഹാസ് ടു ബി ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അത് നമ്മൾ നോർമലി ഇത്രയും സമയം ചെയ്തുകൊണ്ടിരുന്നത് പർച്ചേസർ അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽസ് അക്കൗണ്ട് മാത്രമായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, അത് ക്യാഷ് പ്രൈസ് വെച്ചിട്ട് ആണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് ബാക്കി ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആൻഡ് ക്യാഷ് അക്കൗണ്ട് സെക്കൻഡ് എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ടു പർച്ചേസർ വിത്ത് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണോ കിട്ടുന്ന സമയത്ത് ക്യാഷ് റിസീവ് ചെയ്യുന്നു. സോ ക്യാഷ് ഹാസ് ടു ബി ഡെബിറ്റഡ്. And when this installment is due, there are again 4 entries. Interest suspense account debtor to interest account. നമുക്കറിയാം interest here it is a income for the seller. സോ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്. അടുത്തതായിട്ട് വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസർ ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന നോർമൽ എൻട്രി അത് തന്നെയാണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതും അറിയാം. ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ എൻട്രി എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ തേർഡ് എൻട്രി വരുന്നത്. തേർഡ് എൻട്രിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോരുത്. എന്തുകൊണ്ടാണ് ഈ എൻട്രീൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ എൻട്രിയിൽ ഇൻട്രസ്റ്റ് എവിടെയാണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടുത്തെ ഇൻട്രസ്റ്റ്. ബിക്കോസ് ഈ ഇൻട്രസ്റ്റിനെ നമ്മൾ നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്രയാണോ ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് ആ ബാലൻസിനെ ഫുള്ളായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ദ ഫോർത്ത് എൻട്രി വിൽ ബി സെയിൽസ് അക്കൗണ്ട് ഡെറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് വിത്ത് ദ ക്യാഷ് പ്രൈസ്. ഇങ്ങനെ 4 എൻട്രീസാണ് സെല്ലറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ഉണ്ടാവുക. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. Illustration number 22. Amal purchased a machinery on installment system on 1/1/2016 with the following details. Name of vendor Arun Traders, cash price 1,64,000, down payment 50,000, number of installments 3 installments at the end of every year beginning on 31st December 2016. Amount of installment 50,000 each, rate of interest 15% per annum. Rate of depreciation 20% per annum. Show the entries and important ledger accounts in the books of both the parties for 3 years. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടത്, നമുക്കറിയാം ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ തന്നിട്ടുണ്ടോ നോക്കൂ. ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര പ്രപ്പോർഷനിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് തന്നിട്ടില്ല. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇൻട്രസ്റ്റ് പോർഷൻ. നോർമൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്യാഷ് പ്രൈസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ക്യാഷ് പ്രൈസ് ഇറ്റ് ഇസ് ഗിവൺ ആസ് 1,64,000 ഇവിടെ എഴുതുക. പിന്നീട് എന്താ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്, ദാറ്റ് ഹാസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാഷ് പ്രൈസ്. സോ 1,14,000. ഇൻസ്റ്റാൾമെൻറ്റ് ഇവിടെ എഴുതുന്നു. ഇൻട്രസ്റ്റിന് ഡൗൺ പേയ്മെൻറ്റിന് ഇൻട്രസ്റ്റ് ഇല്ല, സോ അതുകൊണ്ട് ഇവിടെ നില്ലാണ്. ക്യാഷ് പ്രൈസ് 50,000. 1,14,000 എഴുതുക. അതിനുശേഷം 50 ഇവിടെ ബ്ലാങ്ക് ആക്കി വിടുക. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇവിടെ എഴുതിയതിന് ശേഷം ഇവിടെ ബ്ലാങ്ക് ആക്കിയതിന് ശേഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആനുവൽ എല്ലാം ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്, 50,000 രൂപയുടെ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 50,000 ഇവിടെ എഴുതുന്നു. അതിനുശേഷം 1,14,000 ഇൻറ്റു 15% ആണ് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത്. 17,100 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഈ 50,000 നിന്നും 17,100 ഹാസ് ടു ബി ഡിഡക്റ്റഡ് ആൻഡ് വി വിൽ ബി അറ്റൈനിങ് അറ്റ് എ ഫിഗർ ഓഫ് 32,900. ദാറ്റ് ഇസ് അവർ ക്യാഷ് പ്രൈസ്. വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഹിയർ. And after that 1,14,000 from that 1,14,000 we have to deduct this 32,900 and we will be getting this figure of 81,100. And again the same thing has to be followed. And the second installment is 50,000. 50,000 il ninnum എന്ത് ചെയ്യണം, നമ്മൾ 81,100ൻ്റെ 15% കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് വിൽ ബി 12,165. So from this 50,000 it has to be deducted and we will be getting this figure 37,835 that we have to write it here also. And after that has to deduct this 43,265. Same thing. But here we don't have to calculate this 15% because our differences will be there. So 50,000 minus 6,735 അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ക്യാഷ് പ്രൈസും ഈ ഇൻട്രസ്റ്റിൻ്റെതും കൂടി ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദിസ് ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫിഗർ 1,64,000 പ്ലസ് 36,000 ഈക്വൽസ് 2 lakh. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൻട്രീസും ഇമ്പോർട്ടൻറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ദ പാർട്ടീസ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജേർണൽ എൻട്രീസും തറവായിരിക്കും. സോ ഇൻ ദ ബുക്സ് ഓഫ് അനിൽ ആരാണ്? നമ്മുടെ അരുൺ ട്രേഡേഴ്സ് വെൻഡർ ആണെങ്കിൽ അനിൽ എന്ന് പറയുന്നത് ബയർ ആയിരിക്കും അല്ലേ. ഇൻ ദ ബുക്സ് ഓഫ് പർച്ചേസർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ ട്രേഡേഴ്സ് എന്നുള്ളതായിരുന്നു നോർമലി നമ്മൾ HP സിസ്റ്റത്തിൽ വന്നിരുന്ന ജേർണൽ എൻട്രി. പക്ഷെ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്നൊരു ജേർണൽ എൻട്രി ഒരു അക്കൗണ്ടും കൂടി അവിടെ വരുന്നുണ്ട്. അതിലെന്ത് ചെയ്യണം? മെഷീനറിൻ്റെ അകത്ത് 1,64,000 എന്നുള്ളത് മാത്രമേ വന്നിരുന്നുള്ളൂ. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വന്നിരുന്നില്ല. ഇവിടെ എന്ത് ചെയ്യണം? മെഷീനറിൻ്റെ അകത്ത് 1,64,000 ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ 36,000 എന്ന ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ഇവിടെ എഴുതുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു അരുൺ ട്രേഡേഴ്സ് ബീങ് ദ പർച്ചേസ് ഓഫ് മെഷീനറി ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം 1/1/2016. ഇങ്ങനെയായിരിക്കണം ഫസ്റ്റ് ജേർണൽ എൻട്രി വരുന്നത്. പിന്നീടുള്ള ഡിഫറൻസ് 1/1/2016 അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് 50,000 തന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെ എഴുതുക. നെറേഷനും എഴുതുക. ഇതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാ കാര്യമില്ല. പേര് മാറിപ്പോരുത്. സെല്ലറുടെയും ബയറുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ശ്രദ്ധിച്ചെഴുതുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 2016 31st December 2016 ഇൻട്രസ്റ്റ് വിൽ ബി കമ്മിങ് ഡ്യൂ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടാണ് വേണ്ടത്. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടും ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോരുത്. എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റ് എന്നുള്ള അക്കൗണ്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഇസ് എൻ എക്സ്പെൻസ് ഫോർ ദി ബയർ. സോ ഇൻട്രസ്റ്റ് ഇസ് എൻ എക്സ്പെൻസ്, സോ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ് 17,100. പിന്നെ അത് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തത് 31/12/2016 അടുത്ത ജേർണൽ എൻട്രി നോക്കി നമുക്കറിയാം ഇൻട്രസ്റ്റിൻ്റെ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ഉണ്ടാവും. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആയിരിക്കും വർഷത്തിൻ്റെ അവസാനം ഉണ്ടാവുക. സോ അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 50,000 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി 32,800. നമുക്കറിയാം ക്യാഷ് പ്രൈസിൻ്റെ മുകളിൽ 20% ചെയ്താലാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ ഫിഗർ കിട്ടുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഡയറക്റ്റ്ലി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. 1,64,000 into 20% which is equal to 32,800 is a depreciation figure. And this 31/12/2016 profit and loss account debtor to interest to depreciation. അങ്ങനെ രണ്ട് ജേർണൽ എൻട്രീസ് ഇൻട്രസ്റ്റിൻ്റെ ഫിഗറും ഡിപ്രീസിയേഷൻ്റെ ഫിഗറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ഫിഗർ 17,100 ആണ് ഇൻട്രസ്റ്റിൻ്റെ ഫിഗർ. ഡിപ്രീസിയേഷൻ്റെ ഫിഗർ 32,800. ഇത് രണ്ടും കൂടിയിട്ട് 49,900 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് അടുത്ത വർഷം. ഈ വർഷത്തെ എല്ലാ ഫസ്റ്റ് എൻട്രീസ് എല്ലാം കഴിഞ്ഞു. അടുത്ത വർഷത്തേക്ക് വരുന്നത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. സെയിം 4 എൻട്രീസ് റിപ്പീറ്റ് ആണ് വരുന്നത് ഇവിടെ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആണ് വരിക. നമ്മുടെ ഫിഗർ നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ പോർഷനിൽ 3 വർഷത്തെ ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12,165 ബീങ് ദി സെക്കൻഡ് ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. അടുത്തതായിട്ട് വരുന്നത് അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 50,000. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതാണ് ഇവിടെ 50,000. 31/12/2017 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി 32,800. ഇവിടെ അതിലൊന്നും ഡിഫറൻസസ് ഒന്നും വരുന്നില്ല. ആകെയുള്ള ഡിഫറൻസ് നേരത്തെ HPA സിസ്റ്റത്തിൽ നിന്നും ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് വരുന്നത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോരുത്. ഇൻട്രസ്റ്റ് ഇസ് ആൻ എക്സ്പെൻസ് ഫോർ ദി ബയർ. സോ അതുകൊണ്ട് അതിന് ഇൻട്രസ്റ്റിന് ഡെബിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് ഡിപ്രീസിയേഷൻ്റെ ജേർണൽ എൻട്രിയും കഴിഞ്ഞു. ഇവിടെ എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റനിൽ കൃത്യമായി റിട്ടേൺ ഡൗൺ വാല്യൂ എന്നോ ഡിമിനിഷിംഗ് മെത്തേഡ് എന്നോ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിപ്രീസിയേഷനിൽ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫറൻസ് ഇല്ല. എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും. എഗെയിൻ ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 44,965. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ടുള്ള ബാലൻസ് ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. അടുത്ത നെക്സ്റ്റ് ഇയർ തേർഡ് ഇയറിലേക്ക് കിടക്കുകയാണ്. 31/12/2018 ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആണ് വരുന്നത്. 6,735 ആണ് നമ്മുടെ ഫിഗർ വരിക. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ബീങ് ദി ഇൻട്രസ്റ്റ് ഡ്യൂ ഫോർ തേർഡ് ഇയർ. അതായിരിക്കും നമ്മുടെ അടുത്ത എൻട്രി. അതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഴുതുക. പിന്നെ അടുത്ത എൻട്രി വരുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ് അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 50,000. അടുത്ത ജേർണൽ എൻട്രി വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി 32,800. ആസ് ഐ said earlier, it is a straight line method, so there is no difference in the depreciation amount.
And the last journal entry will be profit and loss account debtor to interest to depreciation 39,535. ഈ ഫിഗർ എങ്ങനെ കിട്ടുന്നത് മനസ്സിലല്ലോ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിൻ്റെ ഫിഗർ എത്രയാണോ ആ വർഷത്തെ തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ്റെ ഈ ഫിഗറും ആഡ് ചെയ്തിട്ടാണ് ഈ ഫിഗർ കിട്ടുന്നത്. ബീയിങ് ദി ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഇസ് ട്രാൻസ്ഫേർഡ്. അടുത്തതായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജേർണൽ എൻട്രി നമ്മളിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ലെഡ്ജർ അക്കൗണ്ട്സും നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വെൻഡർ അക്കൗണ്ട്, ഹയർ വെൻഡർ അക്കൗണ്ട് അല്ലെങ്കിൽ അരുൺ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് കേട്ടോ. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് വെൻഡറിന് എഴുതില്ല, അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ടിൽ വെൻഡറിൻ്റെ നെയിം എഴുതുന്നു. നമുക്കറിയാം നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന ജേർണൽ എൻട്രീസ് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ജേർണൽ എൻട്രി മെഷീനറിൻ്റെ ജേർണൽ എൻട്രിയാണ്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ ട്രേഡേഴ്സ് എന്നുള്ളതായിരുന്നു ജേർണൽ എൻട്രി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് പ്രൈസും ഡൗൺ പേയ്മെൻറ്റും കൂട്ടി ഇവിടെ എഴുതുന്നു. അടുത്ത ജേർണൽ എൻട്രി എന്തായിരുന്നു? ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്ററാണ് ടു അരുൺ ട്രേഡേഴ്സ് ആയിരുന്നു വന്നിരുന്നത് അല്ലേ. അല്ല, അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയിരുന്നു വന്നിരുന്നത് 50,000. ഡൗൺ പേയ്മെൻറ്റ് പേ ചെയ്യുന്നതിന് ശേഷം 31/12/2016 50,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇത് ആഡപ്പ് ചെയ്യുന്നു. 2 lakhൽ നിന്നും ഇത് ബാലൻസ് ചെയ്തിട്ട് 1 lakh ബാലൻസ് കിട്ടുന്നത്. ട്രാൻസ്ഫർ ചെയ്യുന്നു നെക്സ്റ്റ് വർഷത്തേക്ക് 1/1/2017 അതിനുശേഷം അടുത്തത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 31/12/2017 ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് ബാലൻസ് മാത്രം എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സമയം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ ട്രേഡേഴ്സ് ഫസ്റ്റ് എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വന്നിരുന്ന എൻട്രീസ് ഇൻട്രസ്റ്റും കൂടി നമ്മുടെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ വെൻഡറുടെ അക്കൗണ്ടിലായിരുന്നു വരുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ നില്ലായി ബാലൻസ് അങ്ങനെ തന്നെ കറക്റ്റ് എമൗണ്ട് ക്യാഷ് ഇത്രയാണ് ബാലൻസ് ഉള്ള അടുത്ത വർഷം ക്യാഷ് പേ ചെയ്യുന്ന എൻട്രി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതാണ് മേജറായിട്ടുള്ള വെൻഡർ അക്കൗണ്ടിൽ കാണിക്കുന്ന ഡിഫറൻസ്. പറഞ്ഞാലോ മുന്നേ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ ഫിഗറും കൂടി ഇവിടെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്നൊരു ഫിഗറോ ഒരു ലെഡ്ജറോ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റും ബാലൻസിൻ്റെ ടോട്ടൽ ക്യാഷ് എമൗണ്ടും ഇവിടെ തന്നെ വെൻഡേഴ്സ് അക്കൗണ്ട് തന്നെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്നൊരു പുതിയൊരു എക്സ്ട്രാ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഇതിൽ കാണിക്കില്ല, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് തേർഡ് ഇയറിൽ 50,000 ബാലൻസ് ആയി പോകുന്നു. അടുത്തതായിട്ടുള്ളൊരു ജേർണൽ എൻട്രി, അടുത്തതായിട്ടുള്ള നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട് വരക്കേണ്ടത് അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ടാണ്. മെഷീനറി അക്കൗണ്ട് നമ്മൾ നേരത്തെ വരക്കുന്നത് പോലെ തന്നെ വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. ഡിപ്രീസിയേഷൻ മാത്രമേ ആസ് യൂഷ്വൽ മെഷീനറി അക്കൗണ്ടിൽ അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിൽ വരുള്ളൂ. ഫസ്റ്റ് ജേർണൽ എൻട്രി വിൽ ബി മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ ട്രേഡേഴ്സ് ആണ്. അരുൺ ട്രേഡേഴ്സിൽ മെഷീനറി അക്കൗണ്ടിൽ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, 1,64,000 അതിൽ നിന്നും ഡിപ്രീസിയേഷൻ 32,800 നമ്മൾ ചാർജ് ചെയ്യുന്നു വർഷത്തിൻ്റെ അവസാനം. കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു 1,64,000 ഇൻറ്റു 20% ഇസ് ദ ഡിപ്രീസിയേഷൻ എമൗണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യണം 1,31,200. ഈ ബാലൻസ് ഇവിടെ എഴുതിയതിനു ശേഷം അതിപ്പുറത്തെ ഭാഗത്ത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് 31/12/2017 ഡിപ്രീസിയേഷൻ ഉണ്ട് 32,800. ബാലൻസ് 98,400 ആണ് വരിക. 1,31,200 നിന്നും ഈ 32,800 ഡിഡക്ട് ചെയ്യുമ്പോൾ സമയത്ത് 98,400 കിട്ടുന്നു. സെയിം ലൈക്ക് ആ 98,400 is carried forward to the next year 1/1/2018 and in the year end 31/12/2018 depreciation 32,800. ബാലൻസ് 65,600 ഉണ്ട്. ഇനിയും ഒരു 2-3-4 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തേക്കുള്ള 32,800 എങ്കിലും അവിടെ ബാലൻസ് ഉണ്ട് അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടാണ് അടുത്ത ജേർണൽ എൻട്രി വരുന്നത്. ഈ അക്കൗണ്ടിൽ നില്ലായി പോകുന്നില്ല എന്നർത്ഥം. 65,600 ആയത് 32,200 ഇൻറ്റു 2 വർഷത്തെയും കൂടിയുള്ള ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടാണ് അടുത്ത ജേർണൽ എൻട്രി ഉള്ളത്. അരുൺ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ജേർണൽ എൻട്രി ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ ട്രേഡേഴ്സ് എന്നുള്ള ഫസ്റ്റ് ജേർണൽ എൻട്രിയിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് അവിടെ ഫസ്റ്റ് ജേർണൽ എൻട്രി കാണിക്കുന്നത്. ആ വർഷത്തിൻ്റെ അവസാനം ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രിയാണ് ഇത്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ജേർണൽ എൻട്രീൻ്റെതാണ് 17,100. ബാലൻസ് ചെയ്യുന്നു 18,900 കിട്ടുന്നു, വിച്ച് ഇസ് ക്യാരിഡ് ഫോർവേഡ് ടു ദ 1/1/2017. അടുത്ത വർഷത്തേക്ക് 12,165 എന്നുള്ള ഫിഗറും കിട്ടുന്നു. ബാലൻസ് ചെയ്യുന്നു. നമ്മൾ അടുത്ത വർഷത്തേക്ക് ഇതുപോലെ ക്യാരി ഫോർവേഡ്. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലും വലിയ ഡിഫറൻസസ് ഒന്നും വരുന്നില്ല. അടുത്തതായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെല്ലറുടെ അല്ലെങ്കിൽ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ്. അതിൻ്റെ ജേർണൽ എൻട്രീസും നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഈ ഇല്ലസ്ട്രേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അമൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. എച്ച് പി സിസ്റ്റത്തിൽ അമൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് മാത്രമേ വരുമായിരുന്നുള്ളൂ. ക്യാഷ് പ്രൈസ് മാത്രമേ അവിടെ ചാർജ് ചെയ്തിരുന്നുള്ളൂ.
അതായത് കഴിഞ്ഞ മുന്നത്തെ സിസ്റ്റം പ്രകാരമാണെങ്കിൽ ML അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 1,64,000 1,64,000 അങ്ങനെയായിരുന്നു വരിക. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് ആ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ML അക്കൗണ്ട് 2 lakh ടോട്ടൽ എമൗണ്ട് എത്രയാണോ ഇൻസ്റ്റാൾമെൻറ്റ് അത് വരണം. ടു സെയിൽസ് ക്യാഷ് പ്രൈസിൻ്റെ ഫിഗർ 1,64,000. ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 36,000 ഡൗൺ പേയ്മെൻറ്റ്. ബീങ് ദ സെയിൽ ഓഫ് മെഷീനറി ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്നുള്ള നെറേഷനും എഴുതണം. അടുത്തതായി ഡൗൺ പേയ്മെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് 50,000 റുപ്പീസാണ് ഡൗൺ പേയ്മെൻറ്റ്. ആ ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെ തന്നെ എഴുതുന്നു. അടുത്തതായിട്ട് എന്ത് എഴുതണം? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് എന്നുള്ള ഫിഗർ എഴുതണം. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് 17,100. ഈ ഫിഗർ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ഇത് കണ്ടോ, ശ്രദ്ധിച്ചോ, ഇവിടെ ഉള്ളത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പാർട്ടിൻ്റെ അകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഈ 36,000 മെൻഷൻ ചെയ്യുന്നത്. ഇതുണ്ടോ, ടോട്ടലായിട്ടുള്ള ഇവിടെ കണ്ടുപിടിച്ച ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റിൻ്റെ ഫിഗറാണ് ഈ 36,000. ഈ ഫിഗർ നിങ്ങളുടെ ക്വസ്റ്റിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. ഇത് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ടൈം നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്, ടോട്ടൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ അവിടെ എഴുതുന്ന ഫിഗർ, ഈ ഫസ്റ്റത്തെ എൻട്രിയിൽ ഈ എഴുതുന്ന ഈ 36,000 എന്നുള്ളതും ഇൻ ദ ബുക്സ് ഓഫ് അരുൺ ട്രേഡേഴ്സിൻ്റെ അകത്ത് എഴുതുന്ന ഈ 36,000 സെയിം ആണ്. അത് മാറിപ്പോയത് എങ്ങനെയാണ് ആ ഡിഫറൻസ് എമൗണ്ട് കിട്ടുന്നത് എന്നുള്ളത് ഡൗട്ട് വരേണ്ട കാര്യമില്ല. നെക്സ്റ്റ് അടുത്തതായിട്ട് എഴുതേണ്ടത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുന്നു. ഇവിടെ ശ്രദ്ധിച്ച് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഈ ഇൻട്രസ്റ്റിൻ്റെ ഫിഗർ ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ മുന്നേയുള്ള പ്രോബ്ലംസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഇസ് ആൻ ഇൻകം. സോ ഇൻട്രസ്റ്റ് ഇസ് ആൻ ഇൻകം, സോ ഇറ്റ് ഹാസ് ടു ബി ക്രെഡിറ്റഡ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് കൺഫ്യൂഷൻ്റെ കാര്യമില്ല. ക്രക്സ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ എൻട്രീസ് മാറിപ്പോവാതിരിക്കുകയുള്ളൂ. സോ ഇവിടെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആണ്, ഇൻകം ആണ്. സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആയതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അടുത്ത ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമൽ 50,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ്, നമുക്കറിയുന്ന എൻട്രിയാണത്. അടുത്തതായിട്ട് വരുന്നത് 31/12/2016 ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി, ആ ഇൻട്രസ്റ്റിൻ്റെ എൻട്രീന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി അവിടെ ക്രെഡിറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു 17,100. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹയർ പർച്ചേസറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡിപ്രീസിയേഷൻ സെല്ലറുടെ കേസിൽ ചാർജ് ചെയ്യില്ല. കാരണം സെല്ലറുടെ കയ്യിൽ നിന്നും മെഷീനറി ഓൾറെഡി പോയി കഴിഞ്ഞു. സോ ഡസൻ ഹാവ് എനി ഓണർഷിപ്പ്. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ഇയാൾ ചാർജ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ഇൻട്രസ്റ്റിൻ്റെ ഫിഗർ മാത്രമാണ്. അടുത്തതായിട്ട് വരുന്നത് ആ വർഷത്തിൻ്റെ അവസാനം തന്നെ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പ്രൈസ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുക. 2 lakh അല്ല ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അല്ല, 1,64,000 എന്നുള്ള ക്യാഷ് പ്രൈസ് എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അടുത്തതായി അടുത്ത വർഷത്തേക്ക് നോക്കാം. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആണ് 12,165 സെക്കൻഡ് ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. അങ്ങനെ ക്യാഷിൻ്റെ എൻട്രി വരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമൽ 50,000. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അഗൈൻ ഈസ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ ഡിപ്രീസിയേഷൻ്റെ എൻട്രിയും ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും ഇല്ല. അപ്പോൾ എൻട്രി കുറവായിരിക്കും. അടുത്തതായി മൂന്നാമത്തെ വർഷത്തെ എൻട്രി ആയിട്ട് വരുന്നത് 31/12/2018 ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് 6,735 ബീങ് ദ തേർഡ് ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമലാണ് 50,000 ബീങ് ദി ഫസ്റ്റ് ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നമ്മുടെ സെല്ലറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. സെല്ലറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ലെഡ്ജറും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഡ്ജേഴ്സും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ലെഡ്ജർ തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന എൻട്രീസ് തന്നെയാണ് നമ്മൾ ലെഡ്ജറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ജേണൽ എൻട്രി വിൽ ബി, ശ്രദ്ധിച്ചേ, നേരത്തെ എങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അമൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്നുള്ളതായിരുന്നു ജേണൽ എൻട്രി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ എഴുതുക. അമൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസും ഇൻട്രസ്റ്റ് അക്കൗണ്ടും. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 36,000. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പേ ചെയ്യുന്ന 50,000 ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അടുത്തതായി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അവസാനം 50,000 അടക്കുന്നു. ഇത് എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് വിൽ ബി 1 lakh. ഈ വർഷം മാത്രമേ സ്റ്റാർട്ടിങ് മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസിൻ്റെ ജേണൽ എൻട്രി അമൽ അക്കൗണ്ടിലേക്ക് വരുന്നുള്ളൂ.
അതായത് ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ടിലേക്ക് ഫസ്റ്റത്തെ ഇയർ മാത്രമേ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള ഇൻട്രസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. അതല്ലാതെ ഓരോ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല ഈ അക്കൗണ്ടിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ 50,000 കൊടുക്കുന്ന ക്യാഷ് എത്രയാണോ കൊടുക്കുന്ന ആ ടോട്ടൽ ഫിഗറാണ് ബാലൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അടുത്തതായിട്ട് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അമൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുകയാണ് ജേർണൽ എൻട്രി വരുന്നത്. അമൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 36,000 അതങ്ങനെ തന്നെ ഇവിടെ എഴുതുന്നു. പിന്നീട് എന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 17,100 ഫസ്റ്റത്തെ ഇൻട്രസ്റ്റ് ടു ബാലൻസ് എന്ത് ചെയ്തു? ഈ 36,000 നിന്നും 18,000 ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തതിനു ശേഷം ബാലൻസ് ചെയ്തിട്ട് 18,900 എന്നുള്ള ബാലൻസ് ഇവിടെ എഴുതുന്നു. ദാറ്റ് ഈസ് അഗെയിൻ ട്രാൻസ്ഫർ ടു ദി നെക്സ്റ്റ് ഇയർ 18,900. അതിൽ നിന്നും സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് 12,165. ഇവിടുത്തെ ജേർണൽ എൻട്രിയും ഈ ഇൻട്രസ്റ്റിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്ന് നമുക്കറിയാലോ. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് എന്നുള്ള ജേർണൽ എൻട്രിക്കാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. അടുത്ത തേർഡ് ഇയറിലേക്കും 6,735. ഈ 18,900 നിന്നും 12,165 മൈനസ് ചെയ്യുന്നു, ബാലൻസ് ചെയ്തിട്ട് 6,735 എന്നുള്ള ഫിഗർ കിട്ടുന്നു. ആ ഫിഗർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് അടുത്ത വർഷത്തെ സെയിം കറക്റ്റ് ഇൻട്രസ്റ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ബാലൻസ് നള്ളിഫൈ ആയി പോകുന്നു. ഇങ്ങനെയാണ് ടോട്ടൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 2 ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ലെഡ്ജേഴ്സും എൻട്രീസും വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയി.